സകലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരുകയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാരിച്ചൻ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ട വചനം യേശയ്യ 55:6 ആണ്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ഒരു ദൈവ പൈതൽ കർത്താവിനെ അന്വേഷിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ഒരു വ്യക്തിയുടെ അനുഭവം ഈ സമയത്ത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പേര് M.A. ഗ്ലാഡ്വിൻ, സ്ഥലം എറണാകുളം. ഞാനൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. എനിക്ക് 46 വയസ്സുണ്ട്. 2 വർഷത്തിന് മുമ്പ് ഞാൻ പെയിൻ്റ് അടിക്കാൻ മുകളിൽ കയറി. അവിടെ നിന്ന് ഏണി തെറ്റി താഴെ വീഴുകയും ഇടത് കാലിൻ്റെ ഉപ്പൂറ്റിയും ഇടത് കൈയിൻ്റെ ഷോൾഡറും ഒടിഞ്ഞു പോവുകയും ചെയ്തു. അത് ആശുപത്രിയിൽ വെച്ച് പ്ലാസ്റ്റർ ഇട്ടു. 45 ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ കാലിൻ്റെ പിൻഭാഗത്ത് പൊട്ടിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഡോക്ടർ എൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റർ അഴിച്ചപ്പോൾ കാലിൻ്റെ പിൻഭാഗം പൊട്ടിയിരിക്കുകയായിരുന്നു. പിന്നീട് 1.5 വർഷം മരുന്ന് കഴിച്ചിട്ടും എൻ്റെ കാലിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല. എനിക്ക് ഷുഗറോ പ്രഷറോ മറ്റു രോഗങ്ങളൊന്നുമോ ഇല്ല. അങ്ങനെ ഇരിക്കെ 1.5 വർഷത്തിന് ശേഷം അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് ബുക്ക് ചെയ്ത് തൽക്ഷണം എൻ്റെ മുറിവ് ഉണങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന നിമിഷത്തിൽ, കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങുന്ന സെക്കൻഡിൽ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഈ വ്യക്തി ധ്യാനം കൂടിയിട്ടില്ല. ധ്യാനം കൂടാൻ വേണ്ടി ബുക്ക് ചെയ്ത സെക്കൻഡിൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട്. ഹല്ലേലൂയ. മനസ്സുകൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഈ വചന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാം, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് കരുതലുള്ള ദൈവമാണ്. കർത്താവിനെ അന്വേഷിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ ദൈവം എൻ്റെ മുൻപേ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ സ്ഥലം എഴുന്നേറ്റ് നിന്ന് കുറച്ച് സമയം കർത്താവിനെ സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കാം. ഇപ്പോൾ മനസ്സിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട, കുറേ സമയം യേശുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തുടർന്ന് അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്ന ഓരോ വചനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഓ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടത് അവിടുന്ന് കരുതിനോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയോട് ജീവിതത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുന്ന സെക്കൻഡ് മുതൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ അവിടുന്ന്. ഇതുവരെ അനുഗ്രഹിച്ച നന്ദി പറയുന്നു കർത്താവ്. ഇപ്പോൾ ഞങ്ങളുടെ ഓരോ അവസ്ഥകളും സമർപ്പിക്കുകയാണ് കർത്താവ്. അവിടുന്ന് എഴുന്നള്ളി വരണമേ, കൃപയോടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, വചനം കേൾക്കുമ്പോൾ പലപ്പോഴും ഉറക്കം, ക്ഷീണം, മടുപ്പ്, അലസത, താല്പര്യമില്ലായ്മ, വായിക്കോട്ട, ഒരുപാട് തരത്തിലുള്ള പീഡകളുണ്ട്. ഓ യേശുവേ, അവിടുന്ന് വലുത് കരനീട്ടി ഓരോ മേഖലയെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര പീഡകളെ ശാസിക്കുന്നു. തടസ്സങ്ങളും കെട്ടുകളെല്ലാം വിട്ടുമാറി പോകട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. യേശു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ എമ്മാവുസിലെ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചതുപോലെ വചനാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തിൻ്റെ മേൽ അടയിരുന്ന് വിരിയിച്ചെടുത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറുപടികൾ അർത്ഥം മനസ്സിലാക്കി ഉറക്കച്ചെല്ലാം. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജ്ഞാനത്തിലൂടെ ദൈവ സൗഹൃദത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിന്റെ 8-9 തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയുമല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ചിന്ത പോലെ അല്ല എൻ്റെ ചിന്ത, നിങ്ങൾ വഴികൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല ഞാൻ വഴികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെക്കാളും നിങ്ങളുടെ വഴികളെക്കാളും ദൈവത്തിന്റെ വഴി ഉയർന്നു നിൽക്കുന്നുവെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ എളുപ്പമാർഗം ദൈവത്തിന്റെ ചിന്ത മനസ്സിലാക്കുക, ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുക, ദൈവത്തിന്റെ ആഗ്രഹം തിരിച്ചറിയുക, എന്നിട്ട് ആ വഴിയെ കടന്നു പോവുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള വളരെ വലിയ ഒരു ദുഃഖമാണ്, എങ്ങനെയാണ് ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ദൈവത്തിന്റെ ഗത മനസ്സിലാക്കാൻ സാധിക്കുക? ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ആ വേദന വചന രൂപത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 13-14 തിരുവചനങ്ങൾ. ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും? കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും? മർത്യരുടെ ആലോചന നിസാരമാണ്, ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി എളുപ്പമല്ല, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി എളുപ്പമല്ല. അങ്ങനെ ദൈവത്തിന്റെ ഹിതവും പദ്ധതിയും മനസ്സിലാക്കാതെ പോയാൽ മനുഷ്യരുടെ പല പദ്ധതികളും പരാജയപ്പെടും, മനുഷ്യരുടെ പല വഴികളും തെറ്റിപ്പോകുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ശരിയെന്നും തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ വചനം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ മനസ്സും മർത്യരായ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തിരുവചനം ഉറപ്പ് നൽകുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് കോരിന്തോസ് ലേഖനത്തിലാണ്. കോരിന്തോസ് ലേഖനത്തിൽ 1 കോരിന്തോസ് 2:15 അപ്പോസ്തലന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു, ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനസ്സറിയാന്ന് പറഞ്ഞാൽ ദൈവവുമായി സൗഹൃദത്തിലായതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സ് എന്താണെന്ന് അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ദൈവവുമായി സൗഹൃദത്തിലാകുക? എങ്ങനെയാണ് ദൈവത്തിന്റെ മനസ്സറിയാൻ പറ്റുക? എങ്ങനെയാണ് ദൈവത്തിന് ഇഷ്ടം അറിയാൻ പറ്റുക? എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ പറ്റുക? എങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ പറ്റുക? അതിന്റെ ഉത്തരം നമ്മൾ കാണുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ തന്നെയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം. ജ്ഞാനം 9:17. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഉന്നതത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം അയച്ചു തരുമ്പോഴാണ് ദൈവഹിതവും ദൈവത്തിന്റെ മനസ്സും ദൈവത്തിന്റെ പദ്ധതിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് യെശയ്യാ 30:20. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോ പുറകിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അത് ദൈവത്തിന്റെ വഴിയാണ്, ദൈവത്തിന്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത്. ഇതാ ഇതിലേ പോകുമെന്ന് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മ ജ്ഞാനം. ഈ ജ്ഞാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിന്റെ നിബന്ധനകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ, അഥവാ ജ്ഞാനം നിറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബൈബിളില് ഒരു വെള്ളി എന്നതുപോലെ, സ്വർണം എന്നതുപോലെ, അതിനേക്കാൾ ഉപരി എന്നതുപോലെ മനുഷ്യൻ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വചനം നമ്മളെ ഉത്ബോധിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും കാരണം. ഇന്ന് അനേകം സംസ്കാരങ്ങളുണ്ടായി, അനേകം ജനകോടികൾ ഉയർന്നു വന്നു. എന്നാൽ അതെല്ലാം മർത്തരെല്ലാം നശിച്ചു പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണെന്നാണ് ബാറൂക്കിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ബാറൂക്കിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ ലിഖിതം. ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു, അവരുടെ ഭോഷത്വം നിമിത്തം അവർ നശിച്ചു.
ജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം നശിച്ചുപോയി, ജ്ഞാനമില്ലാത്തത് കൊണ്ട് പ്രസ്ഥാനങ്ങൾ നശിച്ചുപോയി, ജ്ഞാനമില്ലാത്തത് കൊണ്ട് വ്യക്തികൾ നശിച്ചുപോയി, ജ്ഞാനമില്ലാത്തത് കുടുംബങ്ങൾ നശിച്ചുപോയി. ബാരൂക്കിന്റെ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലേ, നീ ശത്രു രാജ്യത്തിൽ അകപ്പെടാൻ എന്താണ് കാരണം? നീ ജ്ഞാനത്തിന്റെ ഉറവിടം പരിത്യജിച്ചു കഴിഞ്ഞു. ജനതകളെ രാജാക്കന്മാർ എവിടെ? ഭൂമിയിലെ മൃഗങ്ങളെ ഭരിക്കുന്നവരെവിടെ? ആകാശത്തിലെ പക്ഷികളെ കൊണ്ട് വിനോദിക്കുന്നവർ എവിടെ? എത്ര കിട്ടിയാലും മതിവരാത്ത സ്വർണത്തിലും വെള്ളിയിലും വിശ്വാസം അർപ്പിച്ച് അത് സംഭരിച്ചു വെക്കുന്നവരെവിടെ? പണം നേടാൻ ആർത്തി കൊണ്ട് അതിരറ്റ് അധ്വാനിക്കുന്നവരെവിടെ? അവരെല്ലാം അപ്രത്യക്ഷരായി പാതാളത്തിൽ നശിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജ്ഞാനം നിറഞ്ഞ വ്യക്തി ഇതുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. ഈ ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള നൂലാമാലകളും നേടുന്ന വ്യക്തി അല്ല ജ്ഞാനമുള്ളത്. ജ്ഞാനം നിറഞ്ഞാൽ ഇതിനെല്ലാം അപ്പുറത്തേക്കുള്ള ചില കാഴ്ചപ്പാടുകൾ ദൈവം വെളിപ്പെടുത്തി തരും. ജ്ഞാനമില്ലാത്ത സംസ്കാരങ്ങളെല്ലാം നശിച്ചു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ജ്ഞാനം സിദ്ധിച്ചവരോ? ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദത്തിലായി അവർ യുഗാന്ത്യങ്ങളോളം നിലനിൽക്കുന്നു. അവർ ഈ ലോകത്തിന്റെ അപ്പുറത്ത് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നു. അത് നമ്മൾ കാണുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ ലേഖനത്തിലാണ്. ജ്ഞാനം 7:27 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനം ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു, അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. ജ്ഞാനം വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവുമായി സൗഹൃദത്തിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുക. ജ്ഞാനം വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പ്രവാചകനായി രൂപാന്തരപ്പെടുന്നു. ഒരു വ്യക്തി ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവനിലൂടെ ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 15, 16 തിരുവചനങ്ങളിലാണ്. നിഷ്കളങ്കമായ വിശുദ്ധ ജനത്തെ മർദ്ദക ജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു. അവൾ കർത്താവിന്റെ ഒരു ദാസനിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർക്കുകയും ചെയ്തു. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുലിഖിതം: വിശുദ്ധനായ ഒരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവർത്തികളെ ഐശ്വര്യപൂർണമാക്കി. അവർ നിർജ്ജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു. ആദിമ സഭയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ മോശയിൽ ജ്ഞാനം നിറഞ്ഞ്, പ്രവാചകന്മാരിൽ ജ്ഞാനം നിറഞ്ഞ്, പിന്നെ സഭയുടെ ആദ്യ കാലഘട്ടങ്ങൾ വിശുദ്ധന്മാരിൽ ജ്ഞാനം നിറഞ്ഞു. വിശുദ്ധ പാദ്രേബയോ, വിശുദ്ധ ജോൺ മരിയ ബയാനി, അവരെല്ലാം ജ്ഞാനം നിറഞ്ഞപ്പോൾ അവരുടെ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ഈ ജ്ഞാനമാണ് പ്രവർത്തിച്ച് ഒരുപാട് ജനത അനുഗ്രഹം പ്രാപിച്ചു. സഭാപിതാക്കന്മാരിൽ ജ്ഞാനം നിറഞ്ഞു, പിതാക്കന്മാരിൽ ജ്ഞാനം നിറഞ്ഞ് ഒരുപാട് പേര് വിടുതൽ പ്രാപിച്ച്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സേവകൻ വട്ടാച്ചൻ ജ്ഞാനം നിറഞ്ഞു, നായിക്യം പരമച്ചൻ, പനക്കരച്ചൻ, അവരെല്ലാം ജ്ഞാനം നിറഞ്ഞപ്പോൾ ആ ദാസന്മാർ വഴി ഈ ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും മാനസാന്തരങ്ങളും ദൈവം നേരിട്ട് പ്രവർത്തിച്ച്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജ്ഞാനമില്ലാത്ത ജനത നശിച്ചു പോയെങ്കിൽ ജ്ഞാനം നിറഞ്ഞവരെല്ലാം നിലനിന്നു. ഇന്ന് വിശുദ്ധന്മാർ മരിച്ചിട്ടില്ല. വിശുദ്ധന്മാർ ഇന്ന് ജനഗതികൾ ജീവിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം അവരുടെ അസ്ഥികൾ അടങ്ങിയ ശവക്കല്ലറിൽ പോയി ഇരിക്കുമ്പോൾ അവർ അവിടെ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അവർ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ ചില വചനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പ്രഭാഷകന്റെ പുസ്തകം 46-ാമത്തെ അധ്യായത്തിന് 12-ാമത്തെ വാക്യം: ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ, സംപൂജ്യമായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. ജ്ഞാനം നിറഞ്ഞ സാമുവേലിനെ കുറിച്ചൊരു വചനമാണ്. സാമുവേലിനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ സാമുവേൽ മരിച്ചപ്പോൾ എന്താ സ്ഥിതി? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ന്റെ 20-ാമത്തെ തിരുവചനം: നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായിച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു.
ജ്ഞാനമില്ലാത്ത ജനത നശിച്ചെങ്കിൽ ജ്ഞാനമുള്ളവൻ മരിച്ചതിന് ശേഷം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ജീവിതം ഇവിടെയല്ല, അവന്റെ ജീവിതം സ്വർഗത്തിലെത്തി നിൽക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തല് രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 20-22 തിരുവചനങ്ങൾ. എലീഷ മരിച്ചു, അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മൊബാബിയർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്ന്. ഒരുത്തനെ മരിച്ച് അടക്കാൻ കൊണ്ടുപോകുമ്പോ ശത്രുക്കളൊന്ന് ആക്രമിച്ച് ആ ശവശരീരം മരിച്ച ഏലീഷായുടെ ശവകുടീരത്തിലേക്ക് വലിച്ചെറിഞ്ഞ്. എന്താണ് സംഭവിച്ചത്? ആ ജഡം ആ ശവകുടീരത്തിൽ ചെന്ന് പതിച്ചു കഴിഞ്ഞപ്പോൾ ആ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റെന്ന വചനം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ജ്ഞാനം നിറഞ്ഞ് ഏലീഷ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഉയർത്തുന്ന ജ്ഞാനമാണ്. പ്രഭാഷകൻ 11:1 ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനപ്രഘോഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യമുണ്ട്. അതെന്നറിയോ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ ലിഖിതം, മകനെ മനസ്സു വെച്ചാൽ നിനക്കും ജ്ഞാനിയാകാം. മകനെ, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ശരി, നിനക്ക് പണമില്ലെങ്കിലും ശരി, നിനക്ക് സ്ഥാനമില്ലെങ്കിലും ശരി, നിനക്ക് അറിവില്ലെങ്കിലും ശരി, നിനക്കൊന്നുമില്ലെങ്കിലും ശരി, മകനെ വചനം പഠിപ്പിക്കുക. മനസ്സ് വെച്ചാൽ നിനക്കും ജ്ഞാനിയാകാം. എങ്ങനെയാണ് ജ്ഞാനിയാകാൻ സാധിക്കുന്നത്? ജ്ഞാനം നിറയണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വാസ്തവം ഞാൻ നിങ്ങളോട് പറയാം. ജ്ഞാനം ചെയ്യണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഈ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. അതാണ് ജ്ഞാനം 7:27. ജ്ഞാനം വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. നിന്റെ ശരീരവും ആത്മാവും ഹൃദയം വിശുദ്ധമാണെങ്കിൽ അതിലാണ് ജ്ഞാനം പ്രവേശിക്കുന്നത്. ഈ ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് വചനം പഠിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങൾ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. വിശുദ്ധിയുണ്ടോ? നിന്നെ ജ്ഞാനം നിറയും. ദൈവത്തിന്റെ ഹിതം നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന വചനം പഠിപ്പിക്കുന്നത്. അതാണ് വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത്. ജ്ഞാനം പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കില്ല. ജ്ഞാനം പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കില്ല. ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 16-17 തിരുവചനങ്ങൾ, ഞങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചാൽ ഈ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും ജ്ഞാനം നിറയാൻ ബൈബിൾ പഠിപ്പിക്കുന്ന 2-ാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത വേണം. നമ്മുടെ ഹൃദയത്തിൽ തിരക്ക് കുറച്ച് മാറ്റിവെച്ച് സ്വസ്ഥമായിട്ട് കർത്താവിന് സ്ഥലം ഇരുന്നാലാണ് ജ്ഞാനം നിറയുന്ന വചനം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ തിരുലിഖിതം, പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ വ്യഗ്രത 100 കാര്യങ്ങളുടെ വ്യഗ്രതയിൽ ഓടി നടന്ന ജ്ഞാനം ലഭിക്കുകയില്ല. കുറച്ച് സമയം എല്ലാ ദിവസവും കർത്താവിന് സ്വസ്ഥമായി ഇരുന്നാൽ അവനിലേക്ക് ജ്ഞാനം നിറയും. വീണ്ടും പ്രഭാഷകൻ 38-34, അവർ ലോകത്തിന്റെ ഘടന നിലനിർത്തുന്നു, തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന വിഷയം അതാവരുത്. നമ്മുടെ പ്രാർത്ഥന വിഷയം സ്വസ്ഥമായിരുന്ന് ജ്ഞാനം നിറയാൻ വേണ്ടി ആയിരിക്കണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. വീണ്ടും ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ 3-ാമത് ബൈബിൾ നൽകുന്ന ഒരു പാഠം എങ്ങനെയാണ്? ദിവസവും ധാരാളം സമയം വചനം വായിക്കണം. വചനം വായിച്ചാൽ നീ അറിയാതെ ജ്ഞാനം നിറയും. അത് നമ്മൾ കാണുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ തിരുലിഖിതത്തിലാണ്. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവാൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്.
ഇതേ കാര്യം തന്നെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ തിരുവചനങ്ങളിൽ വചനം വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്ന താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. വീണ്ടും ജ്ഞാനം ബൈബിളിൽ പഠിപ്പിക്കുന്ന 4-ാമത്തെ മാർഗമാണ് പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുലിഖിതം. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ തേടാൻ, ജ്ഞാനം നിറയാൻ പ്രാർത്ഥിച്ചാൽ ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മൾ നിറയുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും ജ്ഞാനത്തിന്റെ അഭിഷേകത്തെ കൂടുതൽ പലരാൻ ബൈബിൾ നൽകുന്ന 5-ാമത്തെ മാർഗമാണ്. അതാണ് ജ്ഞാനമുള്ളവന്റെ അടുക്കൽ, ജ്ഞാനിയുടെ അടുക്കൽ പോവുക. അത് നമ്മൾ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ തിരുലിഖിതത്തിലാണ്. ജ്ഞാനിയായി ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നിങ്ങളെ പരിപാലിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഈ ലോകത്തിനപ്പുറത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നീ ജ്ഞാനം നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. ജ്ഞാനം നിറഞ്ഞാൽ നീ ദൈവത്തിന്റെ മിത്രവും ദൈവത്തിന്റെ സൗഹൃദവുമുള്ള ദൈവത്തിന്റെ പ്രവാചകനായി രൂപാന്തരപ്പെടും. അനേകരെ നീ ഉയർത്തും. അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ഈ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതത്തിന് ഉണർന്ന് പ്രാർത്ഥിക്കാൻ, ധാരാളം വചനം കേൾക്കാൻ, ജ്ഞാനമുള്ളവന്റെ അടുക്കൽ പോകാൻ, ഈ ശരീരം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ, സ്വസ്ഥമായി കുറെ സമയം ഇരിക്കാൻ ഒരു തീരുമാനമെടുത്ത് ഈ തീരുമാനങ്ങൾ കർത്താവിന് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ ജ്ഞാനം നൽകണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ജ്ഞാനം അയച്ചു നൽകണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനം 7:27. ജ്ഞാനം വിശുദ്ധ ചേതനകൾ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകാശം ചായച്ച് അൾത്താരിലേക്ക് എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യ നാഥന്റെ മുൻപിലേക്ക് നമ്മുടെ മനസ്സിന്റെ ഓരോ അവസ്ഥകളും ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന് ജനത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി എന്നുള്ള വചനം നമ്മുടെ ജീവിതങ്ങളെ കാണുമ്പോൾ കർത്താവിന് തോന്നി. കർത്താവ് ഇവിടെ ആശീർവാദം നൽകുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നമ്മളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്ന സമയമാണ്.
രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഓരോരുത്തരെപ്പോഴും യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ മേൽ ആശീർവാദം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികൾ അല്ലറിയും കൊണ്ട് ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർദർശങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർച്ച കിടക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ വിജയം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ ഐശ്വര്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന ബിസിനസ്സുകൾ ഇപ്പോൾ വീണ്ടും ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ വന്നു വസിക്കണേ. ഇരുളടഞ്ഞ എന്റെ ഹൃദയത്തിൽ നിന്റെ ദീപ്തി തൂകണേ. ഇരുളടഞ്ഞ എന്റെ ഹൃദയത്തിൽ നിന്റെ ദീപ്തി തൂകണേ. ജീവജലം